പിന്നെ ക്രിസ്മസ് ഇങ്ങ് എത്താറായി. ഈ കടയിലൊക്കെ വൈൻ കുടിക്കുമ്പോൾ നമ്മൾ പറയും എന്തിന് കൊള്ളാമെന്ന്. അപ്പോൾ വീട്ടിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്താൽ എന്ത് ടേസ്റ്റിയാണെന്നറിയാമോ? നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫ്യൂഷൻ വൈനാണ് ഇത്. നിങ്ങൾക്കറിയാം, ഉണക്കമുന്തിരിയാണ്. 250 ഗ്രാമാണ് അതെടുത്തിട്ടുള്ളത്. വൈൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഇട്ടുവെക്കുന്ന പാത്രവും തവിയൊക്കെ നേരത്തെ തന്നെ കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കണം. വെള്ളമയം ഉണ്ടെങ്കിൽ പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പൊമഗ്രനേറ്റ് ആണ്. നമുക്ക് ഏകദേശം 1 കിലോയാണ് വേണ്ടത്. അപ്പോൾ ഈ 1 കിലോ കിട്ടാൻ വേണ്ടി ഒരു ഏകദേശം 1.5 കിലോ വാങ്ങിയാൽ നമുക്ക് 1 കിലോ കിട്ടും. അതിൻ്റെ തോടെല്ലാം നമ്മൾ പൊളിച്ച് കളയണം. എന്നിട്ടൊരു തവി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മതി. ഒരുപാടങ്ങ് ഇടിച്ച് പിഴിഞ്ഞ് ചമ്മന്തി പരുവൊന്നും ആക്കണ്ട. ഇനി നമുക്ക് വൈനിലേക്ക് വേണ്ടത് സ്പൈസസ് ആണ്. സ്പൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഐറ്റമാണ്. ഏലക്ക, ഗ്രാമ്പൂ, പട്ട. ഒരു 6-7 പീസ് വെച്ചിട്ടൊക്കെ മതിയാവും. ഇനി നമ്മൾ പൊമഗ്രനേറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. അതിലേക്ക് തന്നെ നമുക്കെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടിടാം. ഈ കാണുന്ന ഉണക്കമുന്തിരി കണ്ടോ, ഞാൻ ആദ്യം ബ്ലാക്കാണ് എടുത്തത്. പക്ഷേ എനിക്ക് പിന്നീടൊരു സംശയം നല്ല കളർ കിട്ടില്ലെന്ന്. അങ്ങനെ ഞാൻ അത് മാറ്റി ഒരു കളറ്, ഒരു ഏകദേശം ഭയങ്കര കളറില്ലാത്ത ഉണക്കമുന്തിരിയാണ് എടുത്തത്. ഇതിലേക്ക് വീണ്ടും സ്പൈസസ് എല്ലാം ചേർക്കുന്നു. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. 1 ടീസ്പൂൺ മതിയാവും. പിന്നീട് നമ്മൾ ഷുഗർ ചേർക്കുകയാണ്. ഈ ഷുഗർ 1 കിലോയാണ് ചേർക്കുന്നത്. പക്ഷേ ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവർക്ക് ഒരു 850 ഗ്രാമിലൊക്കെ നിർത്താം. ഇനി തിളപ്പിച്ചാറിയ വെള്ളം. തിളപ്പിച്ചാറിയതെന്ന് പറയുമ്പോൾ ഒട്ടും ചൂട് പാടില്ല. നേരത്തെ തന്നെ നിങ്ങൾ വെള്ളം തിളപ്പിച്ച് ഒരു ശകലം പോലും ചൂടില്ലാതെ വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഒരു ഗ്ലാസ് ജാറിലോട്ടോ ഭരണിയിലോട്ടോ മാറ്റണം. വെള്ളം ഏകദേശം 1.25 ലിറ്ററാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ 1.5 ലിറ്റർ വരെ ആവാം. ഒരുപാട് കട്ടി വൈൻ വേണ്ട എന്നുള്ളവർക്ക് ഇൻസ്റ്റൻറ്റ് വൈൻ ആയതുകൊണ്ട് 10 ദിവസം ഇളക്കിയാൽ മതി. നമ്മുടെ അടുക്കളയിലെ ഏതെങ്കിലും ഒരു ക്യാബിൻ്റെ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് നമുക്കിത് വെക്കാം. അപ്പോൾ കൃത്യം എല്ലാ ദിവസവും ഒരേ സമയത്ത് നമ്മൾ 10 ദിവസം ഒരേ ഡിറക്ഷനിൽ ഇളക്കണമെന്നാണ് പറയുന്നത്. ഞാനിതെല്ലാം പാലിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയം കളയേണ്ട, ഇതുപോലെ വൈനിട്ട് വെച്ചോളൂ. അപ്പോൾ ഇത് അരിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.